തിരുവനന്തപുരം നഗരസഭ ഭരണസ്തംഭനത്തിലാണ് എന്ന് CPM നേതാവ് വി ശിവൻകുട്ടി. സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖയായെന്നും പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് പല പദ്ധതികളും പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പേപ്പട്ട് ശല്യം കാരണം കുട്ടികൾക്കും നാട്ടുകാർക്കും പോലും റോഡിലൂടെ നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു ഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു മാസം കഴിയുമ്പോൾ തന്നെ രാജ്യത്തെ ഏത് നഗരത്തെയും വെല്ലുവിളിക്കുന്ന നിലയിൽ നഗരത്തെ കൊണ്ടെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവരാണ്. എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖയായി നിൽക്കുകയാണ്. പേപ്പട്ടി ശല്യം കാരണം കുട്ടികൾക്കും നാട്ടുകാർക്കും ആർക്കും തന്നെ റോഡിൽ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, എല്ലാം കള്ളക്കളിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാപ്പ കേസിലെ ഒരു പ്രതി കോർപ്പറേഷൻ കൗൺസിലറായി മാറിയിരിക്കുന്നത്. എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലറായെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അവിടെ ആ വാർഡിൽ പോകണം. പോയിട്ട് ഓരോ വീട്ടുകാരോടും ചോദിച്ചാൽ അവർ പറയും ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കാര്യം.